ലോക ചരിത്രത്തെയും മനുഷ്യകുലത്തെയും എക്കാലവും ഏറെ സ്വാധീനിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിൾ എന്ന പദം എങ്ങനെ ഉണ്ടായി? ബൈബിളിലെ പുസ്തകങ്ങളെ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്? ബൈബിളിലെ അധ്യായങ്ങളും വാക്യങ്ങളും എങ്ങനെ ഉത്ഭവിച്ചു? ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആരംഭിക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. 2007 മാർച്ച് 22 ടൈം മാഗസിൻ ലോക ചരിത്രത്തെ സ്വാധീനിച്ച ഗ്രന്ഥത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയപ്പോൾ അവരെഴുതിയ പ്രസ്താവന ഇങ്ങനെയാണ്. നമുക്കത് വായിച്ചു കേൾക്കാം. ബൈബിൾ ഹാസ് ഡൺ മോർ ടു ഷേപ്പ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് കൾച്ചർ ദാൻ എനി ബുക്ക് എവർ റിട്ടൺ. ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ വേൾഡ് ഹിസ്റ്ററി ഈസ് അൺപാരലൽഡ്. ലോക ചരിത്രത്തെ, സംസ്കാരത്തെ എക്കാലവും സ്വാധീനിച്ച വിശുദ്ധ ഗ്രന്ഥം ബൈബിളാണ്. പുസ്തകം ബൈബിളാണ്. എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകവും ബൈബിളാണ്. ഒരു വർഷം 100 മില്യൺ കോപ്പീസ് ബൈബിൾ വിറ്റഴിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ബൈബിൾ എന്ന പദം ഉത്ഭവിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. താ ബിബ്ലിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്, കൊയിനെ ഗ്രീക്ക്, കൊളോക്കിയൽ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പദം വരുന്നത്. താ ബിബ്ലിയ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം. ബിബ്ലോസ് എന്ന ഒരു സ്ഥലമാണ്. ഈജിപ്ഷ്യൻ പാപ്പിറസ് ഗ്രീക്സിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുപോകുമ്പോൾ ഫിനീഷ്യൻ സീപോർട്ടിലൂടെയാണ് കടന്നു പോവുക. ഫിനീഷ്യൻ സീപോർട്ടിൻ്റെ പേരാണ് ബിബ്ലോസ്. പിന്നീട് ക്രിസ്ത്യാനികൾ 223 AD വിശുദ്ധ ഗ്രന്ഥത്തിന് ബൈബിൾ എന്ന പേര് വിളിച്ചു തുടങ്ങി. അതിനു മുമ്പ് ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ കൊച്ചു കൊച്ചു വിശുദ്ധ ഗ്രന്ഥങ്ങൾ, അവരുപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ, പ്രാർത്ഥന പുസ്തകങ്ങൾക്കൊക്കെ ബൈബിൾ എന്നുള്ള പേര് വിളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ബൈബിളിന് ഔദ്യോഗികമായിട്ട് ഈ പേര് ലഭിക്കുന്നത് വിശുദ്ധ ക്രിസോസ്റ്റമിൽ നിന്നാണ്. വിശുദ്ധ ക്രിസോസ്റ്റം 407 AD മരിച്ചു. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹമാണ് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പുസ്തകങ്ങളെ ഒരുമിച്ച് ബൈബിൾ എന്ന പേര് ആദ്യമായി വിളിച്ചത്. ബൈബിളിൻ്റെ അധ്യായങ്ങളെക്കുറിച്ചും വാക്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഏതാണ്ട് ഒരു കാലഘട്ടം 13-ാം നൂറ്റാണ്ട് വരെ 1227 ആദ്യമായി സ്റ്റീഫൻ ലാങ്ടൺ എന്ന ആർച്ച് ബിഷപ്പ്, അദ്ദേഹം കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിരുന്നു, അദ്ദേഹമാണ് ആദ്യമായിട്ട് അധ്യായങ്ങൾ തിരിക്കുന്നത്. അതുവരെ ഉള്ള കയ്യെഴുത്ത് പ്രതികളിൽ, മാനുസ്ക്രിപ്റ്റ്സിലൊന്നും നമുക്കിത്തരത്തിൽ അധ്യായങ്ങളോ വാക്യങ്ങളോ തിരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. 1555 വാക്യങ്ങൾ തിരിക്കപ്പെടുക. അത് റോബർട്ട് സ്തെഫാനൂസ് എന്ന ഒരു പണ്ഡിതനാണ്, ബൈബിൾ പണ്ഡിതനാണ് അപ്രകാരം തിരിക്കുന്നത്. പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും തിരിക്കുന്നത് 1448 റബ്ബി നാഥാൻ ആണ്. ബൈബിൾ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ബൈബിളിൻ്റെ വിഭജനത്തെക്കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായി ബൈബിൾ 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. പഴയ നിയമത്തിൻ്റെ വിഭജനത്തെക്കുറിച്ച് പറയുമ്പോൾ യഹൂദ വിഭജനവും കത്തോലിക്ക വിഭജനവും 2ആയി നിലകൊള്ളുന്നു എന്നുള്ളതാണ് രസകരം. അതുകൊണ്ട് നമുക്ക് യഹൂദ വിഭജനത്തെ, ജൂവിഷ് ഡിവിഷൻ എങ്ങനെയാണ് എന്ന് ആദ്യം നോക്കാം. ജൂവിഷ് ഡിവിഷൻ അനുസരിച്ച് ബൈബിളിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്: തോറ, നെവീം, കെത്തുബീം. തോറ എന്ന് പറഞ്ഞാൽ നിയമം, നെവീം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ, കെത്തുബീം എന്ന് പറഞ്ഞാൽ ലിഖിതങ്ങൾ. തോറായിൽ 5 പുസ്തകങ്ങളുണ്ട്. പെൻഡറ്റുക്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ഗ്രീക്കിൽ പെന്തതെക്കോയി എന്നാണ്. പെന്തതെക്കോയി എന്ന് പറയുന്നത് 5 സ്ക്രോൾസ്, 5 ചുരുളുകൾ എന്നാണ്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ് ആൻഡ് ഡ്യൂട്ടറോണമി. ഈ 5 പുസ്തകങ്ങളെ 5 ചുരുളുകളായി കണ്ട് തോറായെ നിർണയിച്ചിരിക്കുന്നു. തോറ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും യഹൂദ ജീവിതത്തിലും അവരുടെ അടിസ്ഥാനപരമായ നിയമഗ്രന്ഥമാണ്. മറ്റെല്ലാ പുസ്തകങ്ങളും, ബൈബിളിലെ മറ്റെല്ലാ പുസ്തകങ്ങളും തോറായെ അടിസ്ഥാനമാക്കിയാണ് നിർണയിച്ചിരിക്കുന്നത്. അതാണ് ആദ്യത്തെ ഡിവിഷൻ.
രണ്ടാമത്തെ ഡിവിഷനായി നമ്മൾ കാണുക നബിയും പ്രവാചകന്മാർ എന്നുള്ളതാണ്. യഹൂദ വിഭജനം അനുസരിച്ച് പ്രവാചകന്മാർ 3 ഗണമുണ്ട് എന്ന് നമുക്ക് വേണേൽ പറയാം. 1 ആദ്യകാല പ്രവാചകന്മാർ, 2 പിൽക്കാല പ്രവാചകന്മാർ, പിൽക്കാല പ്രവാചകന്മാരിൽ തന്നെ വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ, അങ്ങനെയാണ് വിഭജിച്ചിരിക്കുക. ആദ്യകാല പ്രവാചകന്മാർ അല്ലെങ്കിൽ ഫോർമർ പ്രോഫറ്റ്സ് എന്ന് വിളിക്കുന്നത് ജോഷുവ മുതലുള്ള പുസ്തകങ്ങളെയാണ്. ജോഷുവ, ന്യായാധിപന്മാർ, സാമുവേലിൻ്റെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം, അങ്ങനെ 6 പുസ്തകങ്ങളുണ്ട്. ജോഷുവ, ന്യായാധിപന്മാർ, സാമുവേലിൻ്റെ 2 പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങൾ, അങ്ങനെ ഈ 6 പുസ്തകങ്ങളെ ഒരുമിച്ച് ഫോർമർ പ്രോഫറ്റ്സ്, ആദ്യകാല പ്രവാചകന്മാർ എന്ന് യഹൂദർ വിളിക്കുന്നു. വാസ്തവത്തിൽ അത് പ്രവാചക ഗ്രന്ഥങ്ങളായി കത്തോലിക്ക സഭ കണക്കാക്കാത്തത് പ്രവാചക ഗ്രന്ഥങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളായി പ്രവാചകന്മാർ തന്നെ അവരുടെ ശുശ്രൂഷ ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതേസമയം യഹൂദർ അവയെ പ്രവാചക ഗ്രന്ഥങ്ങളായി കണക്കാക്കാനുള്ള കാരണം അവയുടെ സ്വഭാവം പ്രവാചക സ്വഭാവമാണ്. ദേ ആർ പ്രൊഫറ്റിക് ബൈ നേച്ചർ എന്നുള്ളത് കൊണ്ടാണ്. പിൽക്കാല പ്രവാചകന്മാരിൽ പ്രധാനമായിട്ട് ഏശയ, ജെറമിയ, എസെക്കിയേൽ, ഈ 3 പ്രവാചകന്മാരെ അവർ വലിയ പ്രവാചകന്മാരെന്നും മറ്റ് 12 ചെറിയ പ്രവാചകന്മാരെ, നമ്മൾ സാധാരണ മൈനർ പ്രോഫറ്റ്സ് എന്ന് വിളിക്കുന്ന പ്രവാചകന്മാരെ മറ്റൊരു ഗണമായും അവർ കാണുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹൂദ പാരമ്പര്യമനുസരിച്ച് ഏശയ, ജെറമിയ, എസെക്കിയേൽ എന്ന പേര് പറയുമ്പോൾ കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച് ഡാനിയേലും കൂടെ വലിയ പ്രവാചക ഗണത്തിൽ പെടുന്നുണ്ട്. പക്ഷേ യഹൂദർ ഡാനിയേലിൻ്റെ പുസ്തകത്തെ ഒരു പ്രവാചക ഗ്രന്ഥമായിട്ടല്ല കാണുക, ലിഖിത ഗ്രന്ഥമായിട്ടാണ് കാണുക. എന്ന് പറഞ്ഞാൽ 3 വലിയ പ്രവാചകന്മാരാണ് യഹൂദ വിഭജനമനുസരിച്ചുള്ളത്. എന്നാൽ ചെറിയ പ്രവാചകന്മാർ 2ലും ഒരുപോലെയാണ്. ഹോസയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും, ഹബക്കുക്ക്, സെഫാനിയ, ഹഗായി, സക്കറിയ, മലാക്കി, ഇങ്ങനെയാണ് 12 ചെറിയ പ്രവാചകന്മാരെ നിർണയിച്ചിട്ടുള്ളത്. ഈ 12 ചെറിയ പ്രവാചകന്മാരെ ഒറ്റ പുസ്തകമായിട്ടാണ് അവർ കാണുക. അപ്പോൾ നമ്മൾ എണ്ണം നോക്കണം. തോറ നിയമഗ്രന്ഥത്തിൽ 5 പുസ്തകങ്ങൾ, നബിയും പ്രവാചക ഗ്രന്ഥത്തിൽ ആദ്യകാല പ്രവാചകന്മാർ 4, പിൽക്കാല പ്രവാചകന്മാരിൽ വലിയ പ്രവാചകന്മാർ 3, ചെറിയ പ്രവാചകന്മാർ എല്ലാം കൂടെ ഒരു സ്ക്രോൾ, അങ്ങനെ മൊത്തം അവർക്ക് 8 പുസ്തകങ്ങളാണ് പ്രവാചക ഗ്രന്ഥങ്ങളിലുള്ളത്. ഇനി നമ്മൾ കാണുന്നത് കെത്തുബീം, റൈറ്റിങ്സ് അഥവാ ലിഖിതങ്ങൾ എന്നതാണ്. ലിഖിതങ്ങളിൽ പ്രധാനമായിട്ട് അവയുടെ സ്വഭാവം പദ്യ രൂപത്തിലാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിജ്ഞാന സാഹിത്യത്തിൽ പെടുന്നതും ആണ്. പദ്യരൂപവും വിജ്ഞാന സാഹിത്യവും. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുക സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, ജോബിൻ്റെ പുസ്തകം, ഇങ്ങനെ 3 പുസ്തകങ്ങൾ. ഇതുകൂടാതെ 5 ചുരുളുകൾ ഒരുമിച്ച് മെഗില്ലോത്ത് എന്ന പേരിൽ മറ്റൊരു പുസ്തകം, അല്ലെങ്കിൽ 5 പുസ്തകങ്ങളെ മെഗില്ലോത്ത് എന്ന പേരിൽ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നു. അവ ഏതൊക്കെയാണ്? ഉത്തമഗീതം, റൂത്ത്, വിലാപങ്ങൾ, സഭാപ്രസംഗകൻ, എസ്തർ. ഈ 5 പുസ്തകങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നതിനുള്ള കാരണം എല്ലാ വർഷവും അവർ സിനഗോഗുകളിൽ പ്രധാന തിരുനാളുകളിൽ ഈ 5 പുസ്തകങ്ങൾ പ്രത്യേകമായിട്ട് വായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതുകൂടാതെ ഡാനിയലിൻ്റെ പുസ്തകം, എസ്ര, നെഹമിയ, ഈ 2 പുസ്തകങ്ങൾ ഒരുമിച്ച്, അവസാനം ദിനവൃത്താന്തങ്ങൾ. ഇങ്ങനെയാണ് അവരതിനെ തിരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ 11 പുസ്തകങ്ങൾ ലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നു. അതനുസരിച്ച് 5 പുസ്തകങ്ങൾ തോറായിലും, 8 പുസ്തകങ്ങൾ പ്രവാചകന്മാരിലും, 11 പുസ്തകങ്ങൾ ലിഖിതങ്ങളിലും, മൊത്തം 24 പുസ്തകങ്ങളാണ് യഹൂദ നിയമത്തിൽ, യഹൂദ പാരമ്പര്യമനുസരിച്ച് പഴയ നിയമഗ്രന്ഥത്തിൽ ഉള്ളത്. യഹൂദ ബൈബിളിൽ 24 പുസ്തകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ 39 പുസ്തകങ്ങൾ ആധുനിക യഹൂദ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടത് ആണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ചില പുസ്തകങ്ങളെ പിൽക്കാലത്ത് വിഭജിച്ചാണ് ബൈബിളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സാമുവേലിൻ്റെ പുസ്തകം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒറ്റ പുസ്തകമായി കണക്കാക്കിയിരുന്നത് 1 സാമുവേൽ, 2 സാമുവേൽ എന്ന് 2 ആക്കി. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ എന്ന് 2 ആക്കി. ദിനവൃത്താന്തങ്ങൾ 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം എന്ന് 2 ആക്കി. എസ്ര, നെഹമിയ, എസ്രായുടെയും നെഹമിയയും 2 പുസ്തകങ്ങളായിട്ട് വിഭജിച്ചു. അതുപോലെ 12 പ്രവാചകന്മാരെ 12 പുസ്തകങ്ങളായിട്ടും വിഭജിച്ചു. അങ്ങനെ 24 എന്നുള്ളത് 39 പുസ്തകങ്ങളായി. എന്നാൽ കത്തോലിക്ക ബൈബിളിൽ 46 പുസ്തകങ്ങളുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ കാനോനികതയെക്കുറിച്ച് പറയുമ്പോൾ പറയാം. നമ്മൾ ഓർക്കണം, ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടായ കാനൻ കത്തോലിക്ക കാനനാണ്.
ആ കത്തോലിക്ക കാനൻ അനുസരിച്ച് പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളുണ്ടായി. അതിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും നമുക്ക് കാനോനികതയെക്കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ പഠിക്കാം. ഇനി നമുക്ക് കാത്തലിക് ബൈബിളിൻ്റെ വിഭജനത്തെക്കുറിച്ച് പറയാം. കാത്തലിക് ബൈബിൾ പ്രധാനമായിട്ട്, പ്രത്യേകിച്ച് പഴയ നിയമം, വിഭജിച്ചിരിക്കുന്നത് 3ആയിട്ടാണ്: ചരിത്രപരം, പ്രബോധനപരം, പ്രവാചകപരം. ചരിത്രപരം എന്ന് പറയുമ്പോൾ നമ്മൾ യഹൂദ വിഭജനമനുസരിച്ച് കണ്ടു, പഞ്ചഗ്രന്ഥി ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് ചരിത്ര പുസ്തകങ്ങളായി കണ്ടത്. എന്നാൽ കാത്തലിക് ഡിവിഷൻ അനുസരിച്ച് 21 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഉൽപ്പത്തി മുതൽ മക്കബായരുടെ 2-ാം പുസ്തകം വരെയുള്ള 21 പുസ്തകങ്ങൾ ചരിത്ര വിഭാഗത്തിലാണ് കത്തോലിക്ക സഭ പെടുത്തിയിട്ടുള്ളത്. കാരണം അത് മിക്കവാറും ചരിത്ര സ്വഭാവമുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. എന്നാൽ പ്രബോധനപരമായിട്ടുള്ള പുസ്തകങ്ങൾ 7ആണ്. പ്രബോധനപരമായിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പദ്യരൂപത്തിൽ എഴുതപ്പെട്ടതും വിജ്ഞാന ഗ്രന്ഥങ്ങളുമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അത് സങ്കീർത്തനങ്ങൾ, ജോബിൻ്റെ പുസ്തകം, സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ, ഉത്തമഗീതം, ജ്ഞാനത്തിൻ്റെ പുസ്തകം, സഭാപ്രസംഗകൻ, ഇങ്ങനെയാണ് പ്രബോധന പുസ്തകങ്ങളിൽ പെടുന്നത്. എന്നാൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രവാചകന്മാർ 4 പേര്: യെശയ്യ, ജെറമിയ, എസെക്കിയേൽ, ഡാനിയേൽ, പിന്നീട് 12 ചെറിയ പ്രവാചകന്മാരും. ഇതുകൂടാതെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ബാറൂക്കിൻ്റെ പുസ്തകവും വിലാപങ്ങളുടെ പുസ്തകവുമുണ്ട്. ഇതാണ് പഴയ നിയമത്തിൻ്റെ വിഭജനം. പുതിയ നിയമത്തിൻ്റെ വിഭജനത്തിലേക്ക് കടക്കുമ്പോഴും ഇതുപോലെ തന്നെ ചരിത്രപരം, പ്രബോധനപരം, പ്രവാചകപരം എന്ന് 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ 4 സുവിശേഷങ്ങൾ: മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. അതുകൂടാതെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് ചരിത്രപരമായ പുസ്തകങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത്. അതേസമയം മറ്റ് ലേഖനങ്ങൾ, വ്യത്യസ്ത ലേഖനങ്ങളിൽ ഉണ്ട്, പുതിയ നിയമത്തിലുണ്ട്, നമുക്കറിയാം. ആ ലേഖനങ്ങൾ എല്ലാം കൂടെ പ്രബോധനപരമായ പുസ്തകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അത് കാരണം ഈ ലേഖനങ്ങളെല്ലാം കത്തുകളാണ്. ഓരോ സഭയ്ക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്കും ഒക്കെയായിട്ട് വ്യത്യസ്ത സമയങ്ങളിൽ അപ്പോസ്തലന്മാർ എഴുതിയിട്ടുള്ള കത്തുകളാണ് ഈ ലേഖനങ്ങൾ. ഇതെല്ലാം പ്രബോധന സ്വഭാവമുള്ള പുസ്തകങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥം എന്ന് പറയുന്നത് വെളിപാട് പുസ്തകമാണ്. യുഗാന്ത്യത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് എല്ലാം വളരെ കൃത്യമായി അപ്പോക്കാലിപ്റ്റിക് ഭാഷയിൽ, യുഗാന്ത്യ സാഹിത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന പുസ്തകമാണ് വെളിപാട്. ചുരുക്കത്തിൽ പുതിയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ 5, പ്രബോധന ഗ്രന്ഥങ്ങൾ 21, പ്രവചന ഗ്രന്ഥം 1, മൊത്തം 27 പുസ്തകങ്ങൾ. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ബൈബിൾ എന്ന പേരിൻ്റെ ഉത്ഭവം, ബൈബിളിലെ പുസ്തകങ്ങൾ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്, ബൈബിളിലെ പുസ്തകങ്ങളിലെ അധ്യായങ്ങളും വാക്യങ്ങളും എങ്ങനെ ഉത്ഭവിച്ചു എന്ന കാര്യമാണ്. എന്നെ ഇതുവരെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.